വളരെ വലിയൊരു പുസ്തകമാണ്. അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ. ഇത് അതുകൊണ്ട് തന്നെ സമയമെടുത്ത് വായിച്ച പുസ്തകമാണ്. ഞാൻ അവരെ 3 പുസ്തകവും വായിച്ചിട്ടുണ്ട്. ഒന്ന് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, കൊച്ചു കാര്യങ്ങളുടെ തമ്പുരാൻ, അതും ഇംഗ്ലീഷാണ് വായിച്ചത്. ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്ന മറ്റൊരു നോവലുണ്ട്. ഇത് 3ാമത്തെ പുസ്തകമാണ്, മദർ മേരി കംസ് ടു മീ. ആദ്യത്തെ 2 പുസ്തകം പറഞ്ഞത് നോവലാണ്. 3ാമത്തെ പുസ്തകം ആത്മകഥ പോലെ തോന്നിക്കുന്ന നോവലാണ്. ആ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്, ആത്മകഥയല്ല, ആത്മകഥ പോലെ തോന്നിക്കുന്ന നോവലാണ്. ഈ പുസ്തകം വായനക്ക് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം, ഒന്ന് ഞാൻ ഈ റീസെന്റ് ആയിട്ട് വായിച്ച പുസ്തകമാണ്. മറ്റൊന്ന് അവരോടുള്ള ഒരു ഐക്യത. ഇത്രയേറെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു എഴുത്തുകാരി മാധവിക്കുട്ടി കഴിഞ്ഞാൽ അരുന്ധതി റോയിയാണ്. ഞാനും നിങ്ങളും ഒക്കെ ചില സമയങ്ങളിലെങ്കിലും നമ്മളല്ലാതായി മാറാറുണ്ട്. അതായത് നമ്മുടെ കാപട്യം ഉള്ളിൽ അടക്കി വെക്കുകയും പുറം ലോകത്ത് വേറൊരു മുഖമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നവരാണ് മിക്ക ആളുകളും, ആണായാലും പെണ്ണായാലും. പക്ഷേ ഇവർ ഈ പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ പുസ്തകം വായിക്കുമ്പോൾ ഒന്നും ഒളിച്ചു വെക്കാതെ മറയില്ലാതെ സംസാരിക്കുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ ഈ പുസ്തകം ഞാൻ പറഞ്ഞത് നോവൽ പോലെ വായിക്കാവുന്ന ആത്മകഥ എന്നാണ്. കാരണം വെച്ചാൽ ഇത് വായിക്കുന്നവർക്ക് പല ആംഗിളിൽ എടുക്കാം. ചിലർക്ക് അമ്മയും മകളും തമ്മിലുള്ള സംഘർഷഭരിതമായ ജീവിത ബന്ധങ്ങളെ കുറിച്ച് വായിക്കാം. ചിലർക്ക് അരുന്ധതി റോയിയുടെ രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ച് വായിക്കാം. അതിനേക്കാൾ ഉപരി അവരുടെ വൈകാരികമായ ഏറ്റവും അബ്യൂസിങ് ആയിട്ടുള്ള കുട്ടിക്കാലത്തെ കുറിച്ച് വായിക്കാം. അങ്ങനെ ഇത് വായിക്കുന്നവരുടെ ഒരു നോട്ടമനുസരിച്ച് അത് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഈ പുസ്തകം തരിക. അപ്പൊ ഞാൻ പറഞ്ഞത്, മനുഷ്യർക്കൊപ്പം നിന്ന്, ഇരകൾക്കൊപ്പം നിന്ന് സംസാരിച്ച ഒരു എഴുത്തുകാരി എന്നുള്ള നിലക്കാണ് ഞാൻ അരുന്ധതി റോയിയെ പരിചയപ്പെടുത്താൻ മുതിർന്നത്. ഞാൻ അവരെ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ധീരയായ വനിത എന്നാണ്. വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു വനിത. ഈ പുസ്തകം തന്നെ അറിയാം, ഈ പുസ്തകം തന്നെ കാണുമ്പോൾ നിങ്ങളുടെ നെറ്റി ചുളിയും. സത്യത്തില് ഒരു സ്ത്രീ